തണുപ്പുണ്ടാ? തണുപ്പില്ല, റൂമിൽ ചൂടല്ലേ. തണുപ്പ്. എല്ലാവർക്കും സാൻഡ് ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ ഉള്ളത് ഓൾഡ് ടിബിലിസിയിലെ പിയാസ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കേട്ടോ. 2 ദിവസത്തെ സ്റ്റേ ആണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് വന്നതിന്റെ ചാർജ് എന്ന് പറയുന്നത് 165 ദിർഹംസ് ആണ്. 4 പേർക്കുള്ള റൂമിന് ഒരു ദിവസം വന്നത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. ഹോട്ടലിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ ഇനി നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ജോർജിയ ട്രിപ്പിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ പിയാസ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ടൂർ ആരംഭിക്കാൻ പോവാണ്. ഇവിടെ ടിബിലിസി സിറ്റിയിലൂടെ ഒരു വാക്കിംഗ് ടൂറാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ഈ ചാറ്റൽ മഴയെല്ലാം നനഞ്ഞ് നമുക്ക് ടിബിലിസിയിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ആ മരങ്ങളായിക്കോട്ടെ, ആ സ്ട്രീറ്റ് ആയിക്കോട്ടെ, ആ റോഡ് ആയിക്കോട്ടെ, അവിടുത്തെ വാഹനങ്ങളായിക്കോട്ടെ, എല്ലാം നമുക്ക് ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ആ ഒരു ക്ലൈമറ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം എവിടെ തിരിഞ്ഞാലും നമുക്ക് ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിന്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പൊ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഏകദേശം 10 മിനിറ്റോളം നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പള്ളിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ ഈ ടിബിലിസി സിറ്റിയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ടിബിലിസിയിലെ എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചർച്ചാണ് ഈ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. ഈ ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കത്തീഡ്രലാണ് ഈ ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ. 1995-നും 2004-നും ഇടയിലാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള 3ാമത്തെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് കത്തീഡ്രലാണ് ഇത്. ഇതിന്റെ മൊത്തം വിസ്തീർണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ കെട്ടിടങ്ങളിൽ ഒന്നാണിത്. അതേപോലെ ഈ പള്ളിയുടെ നിർമ്മാണം ജോർജിയൻ ദേശീയവും ആത്മീയവുമായ ഒരു പുനരുജ്ജീവനത്തിന്റെ പ്രതീകമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഈ കത്തീഡ്രലിന് ഒരു ക്രൂസിഫം പ്ലാൻ ഉണ്ട്. 8 നിരകളിലായി ഒരു ക്രോസിംഗിന് മുകളിൽ ഒരു താഴികക്കുടം ഉണ്ട്. അതേസമയം ഈ താഴികക്കുടത്തിന്റെ പാരാമീറ്ററുകൾ ആപ്സുകളിൽ നിന്നും സ്വതന്ത്രമാണ്. ഇത് താഴികക്കുടത്തിനും പൊതുവെ പള്ളിക്കും കൂടുതൽ ഒരു സ്മാരക രൂപം നൽകുന്നു. ഈ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലെ കാഴ്ചകളെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ടിബിലിസി സിറ്റിയിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ സ്ട്രീറ്റിൽ കൂടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഇതേപോലെ മുന്തിരിച്ചെടികളും അതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ തണുപ്പായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് മുന്തിരിയിലാകെ ഉണങ്ങി നിൽക്കുന്നത് കണ്ടത്. ഖുറാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജോർജിയയുടെ തലസ്ഥാനവും അതേപോലെ ഏറ്റവും വലിയൊരു നഗരവുമാണ് ഈ ടിബിലിസി. ഏകദേശം 1.2 ദശലക്ഷം ജനസംഖ്യയാണ് ഈ ടിബിലിസി സിറ്റിയിലുള്ളത്. AD 5-ാം നൂറ്റാണ്ടിൽ ഐബീരിയയിലെ വക്താങ് ഒന്നാമനാണ് ടിബിലിസി സ്ഥാപിച്ചത്. അതിനുശേഷം വിവിധ ജോർജിയൻ രാജ്യങ്ങളുടെയും റിപ്പബ്ലിക്കുകളുടെയും തലസ്ഥാനമായി ഇത് പ്രവർത്തിച്ചു.
ചരിത്രപരമായി ടിബിലിസി ഒന്നിലധികം സാംസ്കാരിക അതേപോലെ വംശീയ മത പശ്ചാത്തലത്തിലുള്ള ആളുകളുടെ ഒരു ആവാസ കേന്ദ്രമാണ്. എന്നിരുന്നാലും അതിന്റെ ജനസംഖ്യ കൂടുതലും കിഴക്കൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ്. അങ്ങനെ നമ്മൾ നടന്ന് അടുത്തൊരു ലൊക്കേഷൻ നമ്മൾ എത്തിച്ചേർന്നു. ഈ ഒരു പള്ളിയാണ് അഞ്ചിസ്കത്തി ബസിലിക്ക. ജോർജിയയിലെ ടിബിലിസിയിൽ നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന പള്ളിയാണ് സെന്റ് മേരിയുടെ അഞ്ചിസ്കത്തി ബസിലിക്ക. 6-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു പള്ളിയാണ് ഇത്. ഈ പള്ളിയുടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ചെറിയ ചെറിയ സ്ട്രീറ്റുകൾ നമ്മൾ പോകുമ്പോൾ പഴയ ഈ ഒരു ക്ലോക്ക് ടവർ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് 2010 റെസോ ഗബ്രിയാഡ്സ് പണിത ഒരു ക്ലോക്ക് ടവർ ആണ്. ഈ ക്ലോക്ക് ടവറിന്റെ ടവറിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു തിയേറ്ററും കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ദ സർക്കിൾ ഓഫ് ദ ലൈഫ് എന്ന് പറയുന്ന ഒരു ഷോ കൂടി അവിടെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കാണ് ആ ഷോ അവിടെ നടക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ സ്ട്രീറ്റുകളിൽ നമ്മൾ മുന്നോട്ട് പോയി അവിടെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ 2 പേരിങ്ങനെ ഫോട്ടോഷൂട്ടിനായിട്ട് വരുന്നുണ്ട്. ജോർജിയയിൽ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള വെഡിങ് ഡ്രസ്സിലുള്ള 2 പേരെ കാണാനുള്ള ഒരു ഭാഗ്യം കൂടി നമുക്ക് അവിടെ ഉണ്ടായി. ടിബിലിസി സിറ്റി കോഡിലുള്ള നമ്മൾ വാക്കിംഗ് ടൂറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജ് ഓഫ് പീസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ബ്രിഡ്ജാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് അപ്പുറത്ത് കാണുന്നത് ന്യൂ ടിബിലിസിയും ഇപ്പുറത്ത് കാണുന്നത് ഓൾഡ് ടിബിലിസിയും ആണ്. ഈ 2 ടിബിലിസിയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഇത്, ബ്രിഡ്ജ് ഓഫ് പീസ്. ഇവിടെ പട്ടികളാണ് ഒരുപാട് ഉണ്ട്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പട്ടികളാണ് ഒക്കെ. പക്ഷെ തെരുവ് നായ്ക്കളാണ്. അത് ഗവൺമെന്റ് വാക്സിനൊക്കെ അടിച്ച് വിട്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ബ്രിഡ്ജിന്റെ മേലേക്ക് പോകട്ടോ. മേലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ ഉണ്ട് ഇവിടെ. Hi. And if you take it right now, I will before you class tour guide and I will explain the history of Tbilisi. And we will start right now the tour. And the price for you should be now. Okay, I got back to you after this. Okay, yeah, thank you. Okay, thank you so much. ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് ഓഫ് പീസ് എന്ന് പറയുന്ന ബ്രിഡ്ജ്. ടിബിലിസിയിലെ പുതിയ പട്ടണത്തെ പഴയ പട്ടണവുമായി ബന്ധിപ്പിക്കുന്ന ഖുറാ നദിക്ക് കുറുകെ വില്ലിന്റെ ആകൃതിയിലുള്ള ഒരു കാൽനട പാലമാണ് ബ്രിഡ്ജ് ഓഫ് പീസ്. 2010 ഈ പാലം തുറന്നത്. അന്ന് മുതൽ ഈ പാലം നഗരത്തിലെ ഒരു പ്രധാന കാൽനട ക്രോസിംഗ് ആയിട്ട് മാറിയിരുന്നു. കൂടാതെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രവും തലസ്ഥാനത്തെ ഏറ്റവും നന്നായി അംഗീകരിക്കപ്പെട്ട ലാൻഡ് മാർക്കുകളിൽ ഒന്നായും ഈ സ്ഥലം മാറി. ഇതാണ് നമുക്ക് ടിബിലിസിയിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന മെയിൻ ഒരു അട്രാക്ഷൻ ആണത്, ബ്രിഡ്ജ് ഓഫ് പീസ്. നമ്മളങ്ങനെ ഇവിടെ ടിബിലിസിയിലെ ബ്രിഡ്ജ് ഓഫ് പീസിലേക്ക് ഇവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോ ഹൗ മച്ച്? ഹൗ മച്ച്? 20 lari. No 20 lari. Only 10 video. That's it. No. മയിലിലേക്ക് വന്നിട്ട് 20 lari 10 lari ഒക്കെ കൊടുത്ത് നമ്മുടെ കയ്യിൽ മയിലിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. ഇതൊരു ഫുഡ് ട്രക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന പെയിന്റ് ഒക്കെ അടിച്ചിട്ടാണ്. ഫുഡ് ട്രക്കാണ്. ഇവിടെ നമ്മൾ ഇനി അടുത്തായി പോകാൻ പോകുന്നതാണ് സിയോണി കത്തീഡ്രൽ എന്ന് പറഞ്ഞൊരു പള്ളിയിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പോണ ഒരു വഴിയാണ് കാണുന്നത്. ചെറിയ ചെറിയ സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടന്നാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നടന്നു പോകണമെങ്കിൽ ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളോ ഇതൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ഇവിടെ നടന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സിറ്റിയാണ് ടിബിലിസി. ചെറിയ ചെറിയ സ്ഥലങ്ങളും അധികം നടക്കാനുള്ള 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ നടന്നാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ട്രീറ്റ് കൂടെയാണ് കേട്ടോ പോണേ. അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ ഒരുപാട് റെസ്റ്റോറന്റുകളൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റ് കൂടെ ഉണ്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഫുഡ് സ്ട്രീറ്റുകളിൽ നല്ല പ്രൈസാണ്. നമുക്ക് ഒത്തിരി അല്ലാണ്ട് പുറത്തുനിന്നൊക്കെ വേറെ ചെറിയ ചെറിയ കടകളിൽ നിന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രൈസ് കുറവിന് കിട്ടും കേട്ടോ. അതായിരിക്കും നല്ലതെന്നുണ്ട്. നമ്മളിപ്പോ അങ്ങനെ തന്നെയാണ് അത് ഫോളോ ചെയ്യണേ. ഈ ഓരോ സ്ട്രീറ്റുകളും കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല വ്യൂ ആണ്, നല്ല രസമുണ്ട് കാണാൻ. ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കടകളും അതുപോലെ എന്താ പറയാ നല്ല മരങ്ങളും അതിന്റെ ഇലകളൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ആണ്. തണുപ്പിന് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തണുപ്പാണ്. കൂടുതലുള്ള സ്ഥലത്ത് ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങനെ തണുപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഫീൽ ആവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല പല സ്ഥലത്ത് നമുക്ക് ഇതേപോലെയുള്ള ബോർഡുകൾ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പല പല സ്ഥലത്തേക്ക് വണ്ടികളുണ്ട്. ഇവിടെ നമുക്ക് ടൂർ പാക്കേജുകൾ ഇടുന്നുണ്ട്. ടൂർ പാക്കേജുകളും അതുപോലെ വണ്ടികളൊക്കെ ഇടുന്നുണ്ട്. ട്രാൻസ്പോർട്ടിങ് അങ്ങനെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഇവിടുത്തെ ഒരു റെസ്റ്റോറന്റ് ആണ് കാണുന്നത് കേട്ടോ. നോക്കി എന്താ നോക്കി നല്ല രീതിയിൽ അലങ്കരിച്ച റെസ്റ്റോറന്റ് ആണ്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ലൈറ്റ് ഒക്കെ ഇട്ട്
മരങ്ങളുടെ ഇടയ്ക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ. നമ്മുടെ സിറ്റി ടൂറിന്റെ ബസ്സിൽ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ നടക്കുന്ന വഴി കൂടെ ഒക്കെ തന്നെയാണ് ഈ സിറ്റി ടൂറിന്റെ ബസ്സൊക്കെ പോകുന്നത് അല്ല, സൈറ്റ് സീയിങ് ആയിട്ട്. കാര്യമായിട്ട് അതിൽ ആരും ഇല്ല അതുകൊണ്ട് കേട്ടോ. തണവടിച്ചിട്ടേ മൂക്കിന്നൊക്കെ ഒളിച്ചോണ്ടിരിക്കുക, തണവടിച്ചിട്ട്. അപ്പൊ നമ്മള് ആകാശം കത്തിരുന്ന നമ്മുടെ സിയോണി കത്തീഡ്രൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു എൻട്രൻസിലാണ് നമ്മൾ നിൽക്കണേ. കണ്ട, ഇതാണ് നമ്മുടെ സിയോണി കത്തീഡ്രൽ. ഒരുപാട് ചർച്ചുകളുള്ള ഒരു ഏരിയ ഉണ്ട് നമുക്ക് ഈ ജോർജിയ എന്ന് പറയുന്നത്. എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് അവരെ ഒരു യൂറോപ്യൻ കൾച്ചറിലുള്ള ചർച്ചുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസിയിലെ ഒരു ജോർജിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലാണ് സിയോണി കത്തീഡ്രൽ. വിശുദ്ധ ഭൂമിയിലെ ചില പ്രത്യേക സ്ഥലങ്ങളുടെ പേരിൽ ഈ പള്ളികൾക്ക് പേരിടുന്ന ഒരു മധ്യകാല ജോർജിയൻ പാരമ്പര്യം പിന്തുടർന്ന് സിയോണി കത്തീഡ്രൽ എന്ന പേര് ജെറുസലേമിലെ മൗണ്ട് സിയോൺ എന്ന ഒരു പേരിൽ നിന്നാണ് വന്നത്. ഖുറാൻ നദിയുടെ വലത് കരയിലാണ് 6-ാം നൂറ്റാണ്ടിൽ ആദ്യം ഈ പള്ളി നിർമ്മിച്ചത്. അതിനുശേഷം വിദേശ ആക്രമണകാരികൾ ഇത് നശിപ്പിക്കുകയും നിരവധി തവണ ഇത് പുനർനിർമ്മിക്കുകയും ചെയ്തു. 13-ാം നൂറ്റാണ്ടിലെ പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിലവിലെ ഈ പള്ളി. ഈ സിയോണി കത്തീഡ്രൽ മധ്യകാല ജോർജിയൻ ചർച്ച് വാസ്തുവിദ്യയുടെ ഒരു അസാധാരണ ഉദാഹരണമാണ്. ഇപ്പൊ നമ്മളങ്ങനെ സിയോണി കത്തീഡ്രൽ കണ്ടതിന് ശേഷം നമ്മൾ ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോകണ്ട. മെയ്ദാൻ ബസാർ എന്ന് പറഞ്ഞിട്ടൊരു ബസാറിലേക്ക് പോണത്. ഇവിടെ പള്ളികൾ ഒരുപാടുണ്ട്. എവിടെ പോയാലും പള്ളിയാ. ഓർത്തഡോക്സ് പള്ളിയാണ് കൂടുതലും. മെയ്ദാൻ ബസാറിന്റെ ഏരിയയിൽ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് റെസ്റ്റോറന്റ് കിട്ടുന്നുണ്ട്. അവിടെ കൂടുതലും ഇന്ത്യൻ റെസ്റ്റോറന്റുകളുണ്ട്. താജ്മഹലിന്റെ തന്നെ 2 റെസ്റ്റോറന്റ്, അതുപോലെ പല റെസ്റ്റോറന്റുകളുണ്ട്, ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോൾ പല ആൾക്കാരും നമ്മുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്യും. ഇത് നല്ല റെസ്റ്റോറന്റ് ആണ്, നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്, പൈസ കുറവാന്നൊക്കെ പറഞ്ഞാൽ അപ്രോച്ച് ചെയ്യും. അപ്പൊ ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് മെയ്ദാൻ ബസാറിന്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ ഫുഡ് കഴിക്കാം. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞാൽ നോക്കി, ആ സൈഡിലാണെങ്കിൽ അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് തിരികണമെങ്കിലും ഇവിടെ ഈ ഒരു ഏരിയയിൽ മൊത്തം റെസ്റ്റോറന്റുകളാണ്, ഇന്ത്യൻ റെസ്റ്റോറന്റാണ് കാണുന്നത്. അപ്പൊ ഒരു 3-5 റെസ്റ്റോറന്റ് എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇനി നേരെ മെയ്ദാൻ ബസാറിന്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് കേട്ടോ. Where are you from? I'm from Turkey. Turkey? Yeah. How long be here? How long? I'm travel. I'm visited. A visitor. Me also visitor for 7 days. Okay. Moved. Mom moved. 1 month? Yeah. Oh my God, you are a big traveler. No, he's from Turkey. How is it, Georgia? Expensive, little bit, I think. Turkey money. Yeah. Depending on the Turkey and Georgia, which one is area cheap? Georgia not expensive. It's Turkey expensive. Turkey expensive. Okay. See you. Bye. അത് നമ്മളിപ്പോ സംസാരിച്ചത് തുർക്കി എന്നുള്ള ഒരു ആളുടെ കൂടെയാണ് കേട്ടോ. അപ്പൊ ആള് 1 മാസമായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്, ജോർജിയയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട് വിസിറ്റർ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരെ ട്രാവൽ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കൺട്രി കൂടിയാണ് ജോർജിയ.
ഇതാണ് മെയ്ദാൻ ബസാർ. അപ്പൊ ഇവിടെ നമുക്ക് നേരെ താഴത്തേക്ക് ഒരു സ്റ്റെയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതേപോലെ താഴത്തേക്ക് നമ്മൾ സ്റ്റെയർ കൂടെ പോകണം. മെയ്ദാൻ ബസാർ എന്ന് പറഞ്ഞൊരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് വൈനും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റാണ് കേട്ടോ ഈ മെയ്ദാൻ ബസാർ എന്ന് പറയുന്നത്. ജോർജിയയുടെ തലസ്ഥാന നഗരത്തിന്റെ പഴയ ഭാഗത്ത് കാല ജില്ലയിലെ ഗോർഗിസാലി സ്ക്വയറിലാണ് ഈ മെയ്ദാൻ ബസാർ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം സൗന്ദര്യത്തിനും സാംസ്കാരിക സ്മാരകങ്ങൾക്കും പേരുകേട്ട ഒരു സ്ഥലമാണ്. മുൻകാലങ്ങളിൽ ഈ പ്രദേശം ഗ്രേറ്റ് സിൽക്ക് റോഡിന്റെ ഒരു പ്രധാന വ്യാപാര വിപണിയായിരുന്നു. ഈ സമീപ രാജ്യത്തു നിന്നുള്ള വ്യാപാരികൾ അവരുടെ സാധനങ്ങൾ വിൽക്കാൻ കൂടിയിരുന്നു. കാലത്ത് ഈ പ്രദേശം ഈ വിനോദസഞ്ചാരികളുടെ ഒരു ജനപ്രിയ ഒരു സ്ഥലമാണ്. ഇവിടെ നിരവധി റെസ്റ്റോറന്റുകളുണ്ട്. അതേപോലെ ജോർജിയയിലെ പ്രസിദ്ധമായ വൈന് കിട്ടും, അതുപോലെ ചീസ്, അതുപോലെ ട്രഡീഷണലായ ചർച്ച് കേര എന്നറിയപ്പെടുന്ന അവരൊരു സ്വീറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്ഥലമാണ് ഈ മെയ്ദാൻ ബസാർ. നമ്മളിപ്പോ മെയ്ദാൻ ബസാറിന്റെ ഉള്ളിൽ കൂടെയാണ് നടക്കുന്നത്. നല്ല അടിപൊളി ഒരു മാർക്കറ്റാണ് കേട്ടോ. നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ഐറ്റംസുകൾ ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമുക്ക് എന്താ പറയാ, പക്ഷെ ഇത്തിരി എക്സ്പെൻസീവ് ആണെന്നുണ്ട്. നമ്മൾ ചെറിയൊരു ഗ്ലൗസ് ഒക്കെ ചോദിച്ചപ്പോൾ 40,000 പറഞ്ഞു. പക്ഷെ നല്ലൊരു വൈബാണ് ഇത്. എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർ ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ലൊരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഈ മെയ്ദാൻ ബസാർ എന്ന് പറയുന്നത്. മെയ്ദാൻ ബസാർ എന്ന് പറയുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് ഗാലറിയാണ്. നമുക്ക് നേരെ ഒരു എന്താ പറയാ, നമുക്ക് ഈ അണ്ടർപാസ് പോലൊരു ഏരിയ ആണ്. ആ ഏരിയയിലാണ് ഒരു ഫുള്ളൊരു ഗാലറി ഉണ്ടാക്കിയത്. ഇവിടെയാണെങ്കിൽ വേറൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ വേണ്ടിട്ട് ഒരു ഭയങ്കര സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണിക്കേ ഇണ്ടാക്ക്. നരിക്കല ഫോർട്രസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്കാണ് പോകണം കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണത്. നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പൊ അവിടെയും കൂടി നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ കാഴ്ചകളൊന്നും കഴിഞ്ഞ് നമുക്ക് ഇവിടെയൊക്കെ തന്നെ നമുക്ക് നടന്ന് കാണാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. ടിബ്ലിസിലാണ് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമുക്ക് സിറ്റി ടൂറുകളൊക്കെ നടന്ന് കാണാൻ പറ്റിയ ഏരിയ ആണ്. അതിന് പ്രത്യേകിച്ച് വണ്ടി പിടിക്കാതൊന്നും വേണ്ട. 10 പേര് 15 മിനിറ്റൊക്കെ നടന്ന് സുഖമായിട്ട് പോയി കാണാം. ടിബിലിസിലെ സിറ്റി ടൂറാണ് നടക്കുന്നത്. റോഡൊക്കെ ക്രോസ് ചെയ്തോടെ ഒരു ചടങ്ങാണ് കേട്ടോ. പെഡസ്ട്രിയനൊക്കെ ഉള്ളത് വളരെ ചുരുക്കം ഏരിയയിൽ മാത്രമാണ് പെഡസ്ട്രിയൻ ഉള്ളത്. ഇവിടെ സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ വണ്ടികൾ ഇവിടെ ഉണ്ട്. അതേപോലത്തെ പഴയ ബഗ്ഗീസുകൾ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സിറ്റി ടൂറിന് വേണ്ടി പോവാം. അപ്പൊ നമ്മളങ്ങനെ നരിക്കല ഫോർട്രസിന്റെ അവിടേക്ക് പോകണം കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് പോണത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ചെറിയ ഇതേപോലെ ഒരു കയറ്റുണ്ട്. നമുക്കിങ്ങനെ മേലേക്ക് കയറി പോണത്. ആ മേലെ കാണുന്ന ആണ് കേട്ടോ നരിക്കല ഫോർട്രസ് എന്ന് പറയുന്നത്. ജോർജിയ വന്നിട്ട് എങ്ങനെയുണ്ട്? എന്താ പറയാ, യൂറോപ്യൻ കൺട്രീസിലാണ് നമുക്ക് വന്നപ്പോ യൂറോപ്പിൽ പോയ പോലെ ഉണ്ടല്ലോ. തണുപ്പാണ്. നമ്മള് തണുപ്പോളം എന്താണ്, എന്നാലും നമുക്ക് ഇത്ര തണുപ്പ് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഫുൾ ടൈം തണുപ്പാണ് കേട്ടോ. റൂമിൽ മാത്രമാണ് നമുക്ക് കുറച്ചൊരു ആശ്വാസം. ഇത് നമ്മൾ കണ്ടില്ലേ, ഇതേപോലെയുള്ള വഴികളിൽ നമുക്ക് ഭയങ്കര റിസ്ക് ആണ്. ഈ വണ്ടി ഇപ്പൊ സ്ലിപ്പായിട്ട് നേരെ പോയിട്ട് അവിടെ സൈഡിൽ പോയി ഇടിച്ചു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കയറ്റങ്ങളിൽ ഈ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു വലിയൊരു റിസ്ക് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നേരെ നരിക്കല ഫോർട്രസിന്റെ അവിടേക്ക് പോകാം. ഇങ്ങനെ സൈഡിൽ കൂടെ സ്റ്റയർ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്ലിപ്പായിട്ടുള്ള റോഡാണിത്. ഇവിടേക്ക് ആൾക്കാർ വണ്ടി കയറ്റി കൊണ്ടുവരുന്നുണ്ട്. അതാണ് അതിന്റെ കോമഡി. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പിന്നിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട്. നല്ല വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിബിലിസി സിറ്റിയുടെ ഒരു പനോരമിക്കായിട്ട് ഒരു വ്യൂ നമുക്ക് കിട്ടണ നല്ലൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ. ദൂരെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഹോളി ട്രിനിറ്റി ചർച്ച്. മൊത്തം സിറ്റിയുടെ വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ കാണുന്നത്. നല്ലൊരു വ്യൂ ആണ്. ഈ മലകളാൽ ചുറ്റപ്പെട്ട ഒരു ടൗൺ ആണ് കേട്ടോ ടിബിലിസി. നമ്മളങ്ങനെ ടിബിലിസിയിലെ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നമ്മൾ നേരെ നരിക്കല ഫോർട്രസിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ്. നമുക്കിനി നേരെ അതിന്റെ അകത്തോട്ട് പോവാം. ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസിക്കും ഖുറ നദിക്കും അഭിമുഖമായി നിൽക്കുന്ന ഒരു പുരാതന കോട്ടയാണ് നരിക്കല ഫോർട്രസ്. 1996-97 കാലഘട്ടത്തിൽ പുതുതായി നിർമ്മിച്ച സെന്റ് നിക്കോളാസ് പള്ളി 13-ാം നൂറ്റാണ്ടിലെ തീപിടുത്തത്തിൽ നശിച്ച യഥാർത്ഥ പള്ളിക്ക് പകരമായിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ബൈബിളിൽ നിന്നും
അതേപോലെ ജോർജിയയുടെ ചരിത്രത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങൾ കൊണ്ടാണ് ഈ പള്ളിയുടെ ഉൾഭാഗം അലങ്കരിച്ചിരിക്കുന്നത്. നമുക്ക് എവിടെ നോക്കിക്കഴിഞ്ഞാലും അതിന്റെ ആ എല്ലാ ചുവരിലും ഇതേപോലുള്ള ചിത്രങ്ങളാണ് കാണുന്നത്. അതിന് ഓരോ ചിത്രങ്ങൾക്കും അതിൻ്റെതായ ഒരുപാട് പ്രത്യേകതകളുള്ള ചിത്രങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന സ്ഥലമാണ് മദർ ഓഫ് ജോർജിയ എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവിന്റെ അടുത്തേക്കാണ് നടന്നു പോകുന്നത്. ഇതേപോലെ വലിയൊരു കുന്നിന്റെ മേലെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ജോർജിയ ടിബിലിസി സിറ്റിയുടെ ഫുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റോപ്പ് കണ്ടോ ഇവിടുന്ന് താഴത്തോട്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പ് മലയാണ് മദർ ഓഫ് ജോർജിയ. നമ്മളങ്ങനെ മദർ ഓഫ് ജോർജിയ സ്റ്റാച്ചുവിന്റെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട്. നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. സ്റ്റാച്ചു നമ്മൾ താഴ്ന്ന് കാണാൻ പോലെട്ടോ, ഭയങ്കര വലിയൊരു സ്റ്റാച്ചു ആണ് കാണുന്നത്. നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടോ. നമ്മൾ കയറുന്ന വഴി മാത്രം ഇത്തിരി ഒരു മോശമായിട്ട് തോന്നുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം മേലെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. മദർ ഓഫ് ജോർജിയ ടിബിലിസി അതിന്റെ 1500-ാം വാർഷികം ആഘോഷിച്ച 1958 സൊളോലാക്കി കുന്നിൻ മുകളിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചത്. പ്രമുഖ ജോർജിയൻ ശില്പിയായ എൽഗുജ അമാഷക്കലി ജോർജിയൻ ദേശീയ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ 20 മീറ്റർ ഉയരത്തിലുള്ള അലുമിനിയം പ്രതിമ രൂപകൽപ്പന ചെയ്തു. അവളുടെ ഇടത് കൈയിൽ സുഹൃത്തുക്കളായി വരുന്നവരെ അഭിവാദ്യം ചെയ്യാൻ ഒരു പാത്രം വീഞ്ഞ് പിടിച്ചിരിക്കുന്നു. അതേപോലെ അവളുടെ വലത് കൈയിൽ ശത്രുക്കളായി വരുന്നവർക്ക് ഒരു വാളാണ് പിടിച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ മദർ ഓഫ് ജോർജിയ സ്റ്റാച്ചു കൊണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മൾ താഴോട്ട് പോകണം. കുറെ ഐറ്റംസ് ഇവിടെ ഒരു കവച്ചുണ്ട്. അങ്ങനെ നമ്മൾ മദർ ഓഫ് ജോർജിയ സ്റ്റാച്ചു എല്ലാം കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ ഒരു അടിപൊളി ഒരു വ്യൂ ഉണ്ട്. അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ടിബിലിസി സിറ്റിയിലെ 360 ഡിഗ്രിയിൽ ഒരു ഫുൾ ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. കുറച്ചു നേരം അവിടെ നിന്ന് അതിന്റെ കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം നമ്മൾ നേരെ താഴോട്ട് പോവാണ്. ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റം ഇറക്കൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇനി താഴത്തോട്ട് പോകാം. ഓക്കെ. മദർ ഓഫ് ജോർജിയ സ്റ്റാച്ചു എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മൾ നേരെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് കുറ നദി. ശാന്തമായി ഒഴുകുന്ന കുറ നദിയും അതേപോലെ തന്നെ അതിന്റെ പരിസരങ്ങളും ഭയങ്കര രസമാണ് നോക്കി നിൽക്കാൻ. ഈ കുറ നദിയും അതിന്റെ പരിസരങ്ങളും ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് നമുക്കൊരു വൈൻ ഷോപ്പ് കണ്ടത്. അവിടെയാണെങ്കിൽ വൈൻ ടേസ്റ്റിംഗ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഷോപ്പിനകത്ത് പോയി. But this one, Kaveri, this one. Yes, this and this. I show you. Really. Every never semi-sweet, only dry wines. Only dry. Only dry. This is a traditional. Right, yes. Homemade. അതില്ല. Dry എന്ന് പറയും. Grapes, only grapes. Okay. ജോർജിയൻ ട്രഡീഷണൽ ആയ വൈനെല്ലാം നമ്മൾ അവിടുന്ന് ടേസ്റ്റ് ചെയ്തതിനു ശേഷം അവിടുന്ന് ഒരു ബോട്ടിൽ വൈൻ വാങ്ങിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അതിനുശേഷം നമ്മൾ നേരെ പോയത് അതിനടുത്തുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാണ്. ജോർജിയൻ ട്രഡീഷണൽ ഫുഡായ അൾജീരിയൻ കച്ചാപ്പുരിയും അതേപോലെ കിങ്കാളിയുമാണ് ഓർഡർ ചെയ്തത്. ചെറിയ സൂപ്പ് ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. അത് നമ്മൾ കളയരുത്, അതിന് കുടിക്കാൻ എങ്ങനെ കഴിക്കുന്നത് മനസ്സിലാവും. ഈ കിങ്കാളി തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിൽ ബീഫും ഉണ്ട്, അതുപോലെ പോർക്കും ഉണ്ട്. അതിൽ പോർക്കിന്റെ കിങ്കാളിയാണ് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പൊ നമ്മൾ ഈ ജോർജിയൻ ട്രഡീഷണൽ ഫുഡായ കച്ചാപ്പുരിയും അതേപോലെ കിങ്കാളി എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും വൈകിട്ട് ഇറങ്ങിയേക്കാണ്. ഈ ടിബിലിസി സിറ്റിയിലെ രാത്രികാല കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ വൈകിട്ട് ഇറങ്ങിയത്. ജോർജിയയിലെ ടിബിലിസിക്ക് മുകളിലുള്ള പർവ്വതങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരവും ചരിത്രപരവുമായ ഒരു സ്ഥലമാണ് താബോർ മൊനാസ്ട്രി. 1200 മീറ്ററിലധികം ഉയരത്തിലാണ് ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ടിബിലിസിയുടെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും അതിമനോഹരമായ വിശാലമായ കാഴ്ചകൾ നൽകുന്നു.
ആശ്രമത്തിൽ നിന്നുള്ള കാഴ്ചകൾ ശരിക്കും മനോഹരവും നഗരത്തിന്റെ സവിശേഷമായ കാഴ്ചപ്പാട് പ്രദാനം ചെയ്യുന്നതുമാണ്. ഈ താബോർ മൊണാസ്ട്രിയുടെ മറ്റൊരു ആകർഷണം അതിന്റെ മനോഹരമായ വാസ്തുവിദ്യയും സങ്കീർണമായ ഇന്റീരിയർ ഡിസൈനുമാണ്. സങ്കീർണമായ ഫ്രെസ്കോളുകൾ, അതുപോലെ മതപരമായ പെയിന്റിങ്ങുകൾ, മനോഹരമായ കൊത്തുപണികൾ എന്നിവ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു ഘടനയാണ് ഈ ആശ്രമം. ക്രോണിക്കിൾ ഓഫ് ജോർജിയ. ടിബിലിസി കടലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്മാരകമാണ് ക്രോണിക്കിൾ ഓഫ് ജോർജിയ. 1985 സൊറാബ് സെററ്റിലിയാണ് ഇത് സൃഷ്ടിച്ചതെങ്കിലും പൂർണ്ണമായും ഇത് പൂർത്തിയാക്കാനായില്ല. ഒരു വലിയ കുന്നിമുകളിലാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 30-35 മീറ്റർ ഇടയിൽ ഉയരമുള്ള 16 തൂണുകളുണ്ട്. മുകളിലെ പകുതിയിൽ രാജാക്കന്മാരും രാജ്ഞികളും വീരന്മാരും ഉൾപ്പെടുന്നു. താഴത്തെ ഭാഗം ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നുള്ള കഥകൾ ചിത്രീകരിക്കുന്നു. ജോർജിയയിലെ വിശുദ്ധ നിനോയുടെ ഒരു ചാപ്പലും ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു.